ഗൈസ് അങ്ങനെ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. 12 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ആ ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചാണ്. ആക്ച്വലി ഞാനൊരു യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് മത്സരം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണാൻ സാധിച്ചത്. ഞാൻ കണ്ടെടുത്തോളം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു. കാരണം ഞാനൊരു മൊമെൻറ്റിൽ ഇപ്പം ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യൻസ് ആയി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു 90 മിനിറ്റുകൾക്ക് ശേഷം അഹമ്മദ് ജാഹുവിൻ്റെ ആ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ ഒഡീഷയ്ക്ക് ലഭിക്കുന്നത്. അപ്പം ജാഹുവാണ് അടിക്കുന്നത്. അങ്ങനെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. ആദ്യം ഒഡീഷ തന്നെയാണ് ലീഡ് ചെയ്തത്. പിന്നീട് 2 ഗോളുകൾ ഈസ്റ്റ് ബംഗാൾ അടിച്ചു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 2 ഗോളുകൾ അടിച്ചത് മുൻ താരങ്ങൾ കൂടിയായിരുന്നു. ഒഡീഷയുടെ സോൾ ക്രസ്പോയും അതുപോലെ തന്നെ നന്ദകുമാർ ശേഖറും. അതുപോലെ മത്സരം ഒരു തരത്തിലൊരു പെനാൽറ്റി സിറ്റുവേഷനിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച നിമിഷമാണ് നരേന്ദ്ര ഗെഹ്ലോട്ടിൻ്റെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് വരുന്നത്. അദ്ദേഹം ഈസി ആയിട്ട് പാസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം ഡ്രിബിൾ ചെയ്യാനുള്ളൊക്കെ ഒരു ശ്രമമായിരിക്കാം നടത്തിയത്. അത് ക്ലൈറ്റൻ സിൽവ അറിയാലോ, അദ്ദേഹം ബോക്സിൽ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, അത് ഗോളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളിടത്താണ് ആ ഒരു മത്സരം ഈസ്റ്റ് ബംഗാളിന് വിജയിക്കാൻ സാധിച്ചത്. സോ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കായുള്ളൊരു വിൻ ആണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഈ ഒരു മത്സരം ആര് ജയിക്കണം. നമ്മളിങ്ങനെ ഒരു ഫേവറേറ്റ്സ് ആണ്, അപ്പം ഒഡീഷ ജയിക്കട്ടെ. കാരണം ഈ ഈസ്റ്റ് ബംഗാളും ഫാൻസും KBFC ഫാൻസും തമ്മിലൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഒഡീഷ FC ഫാൻസ് ആണെങ്കിൽ അത്രത്തോളം ഇല്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ചിന്തിച്ചു. പക്ഷേ ഈ ഒരു മത്സരം വിജയിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് ഈ ഒരു ട്രോഫി ജയിക്കാൻ അർഹർ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. കാരണം അവരുടെ ആ ഒരു ഫാൻസിൻ്റെ എന്തൂസിയാസം, പാഷൻ, കാരണം അവർ അത്രയും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്രയും ലോയലായിട്ടുള്ളൊരു ഫാൻ ഗ്രൂപ്പ്സ് ഒക്കെ അവർക്കുണ്ട്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് അവർക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം ആരാധകർ അവർക്ക് അവിടെ ട്രാവൽ ചെയ്ത് എത്തി ആ ഒരു മത്സരം വീക്ഷിച്ചു. ആ ഒരു മത്സരത്തിന് ശേഷമുള്ള ഇമോഷണലായിട്ടുള്ള പല ആരാധകരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അച്ചീവ് ചെയ്തെടുക്കുന്നു. ഏതായാലും കൊൽക്കത്തയിലെ ഫുട്ബോളിന് വീണ്ടും ഒരു ഉണർവ് പകരുന്നു. അതായത് മോഹൻ ബഗാൻ മാത്രമല്ല, ഈസ്റ്റ് ബംഗാളും ആ ഒരു ട്രോഫി ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ട്രോഫി അപ്രോച്ച് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. അതായത് ഇപ്പം സൂപ്പർ കപ്പിനെ ഒരു പ്രാക്ടീസ് മാച്ചായിട്ട് ആണ് മറ്റ് ചിലർ കാണുന്നത്. ഏതായാലും ഈസ്റ്റ് ബംഗാൾ ഈ ഒരു പ്രാക്ടീസ് മത്സരം കളിച്ച് വിജയിച്ചിട്ട് AFC കോമ്പറ്റീഷൻസിലേക്ക് കളിക്കാൻ പോകുന്നുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഈസ്റ്റ് ബംഗാൾ ഡിസേർവ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ മോഹൻ ബഗാനെയൊക്കെ അവർക്ക് പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചതും. ഇപ്പോൾ ഒഡീഷ തന്നെയായിരുന്നു ഏറ്റവും ഫേവറേറ്റ്സ് എന്നുള്ള നിലയിലൊക്കെ സൂപ്പർ കപ്പിലിരുന്നത്. അവരെയും പരാജയപ്പെടുത്തി, അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാളിനൊരു 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ ട്രോഫി, അതിലും കോൾസ് കോഡ്രാറ്റ് ഉറപ്പായിട്ടും വീണ്ടും അവരുടെ ഒരു രക്ഷകനായിട്ട് എത്തുകയാണ്. അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ രക്ഷകനായിട്ട് എത്തുന്നു. ആ ട്രോഫി അവർക്ക് സ്വന്തമാക്കി കൊടുക്കുന്നു. ഇനിയും ഒരുപാട് ചിലപ്പോൾ നേട്ടങ്ങൾ ഈസ്റ്റ് ബംഗാളിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഇനി ഏഷ്യയിലായിരിക്കും അവരുടെ കളികൾ. AFC കപ്പിലേക്ക് ഈസ്റ്റ് ബംഗാൾ തിരിച്ചെത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമൻസ് ചെയ്യാൻ സനിയ.